സംസ്ഥാനത്ത് ബാറുകളുടെ പ്രവർത്തന സമയത്തിൽ സുപ്രധാന മാറ്റം. ഇനി മുതൽ രാവിലെ 10 മുതൽ അർദ്ധരാത്രി 12 വരെ. പ്രതിഷേധവുമായി കേരള മദ്യനിരോധന സമിതി സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം ഏകീകരിച്ചു. ഇനി മുതൽ രാവിലെ 10 മുതൽ രാത്രി 12 വരെയായിരിക്കും സംസ്ഥാനത്തെ എല്ലാ ബാറുകളും പ്രവർത്തിക്കുക. ഇതു സംബന്ധിച്ച വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. വിജ്ഞാപനം പുറത്തിറങ്ങിയാൽ പുതിയ സമയക്രമം പ്രാബല്യത്തിലാകും. നിലവിൽ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാറുകൾക്കായിരുന്നു രാവിലെ 10 മുതൽ അർദ്ധരാത്രി 12 വരെ പ്രവർത്തിക്കാൻ അനുമതിയുള്ളത്. ഇതിനു പുറമെ പുതുവത്സര തലേന്നടക്കം അർദ്ധരാത്രി 12 വരെ പ്രവർത്തിക്കാൻ നേരത്തെ അനുമതി നൽകിയിരുന്നു. നിലവിൽ സംസ്ഥാനത്ത് ടൂറിസം മേഖലയിലെ അല്ലാത്ത മറ്റു ബാറുകളുടെ പ്രവർത്തന സമയം രാവിലെ 11 മുതൽ രാത്രി 11 വരെയാണ്. ഇതാണിപ്പോൾ രാവിലെ 10 മുതൽ അർദ്ധരാത്രി 12 വരെയായി ദീർഘിപ്പിക്കുന്നത്. ബാർ ഉടമകളുടെ ദീർഘകാലമായിട്ടുള്ള ആവശ്യത്തിന് സർക്കാർ അനുകൂല തീരുമാനമെടുത്തിരിക്കുന്നത്. ബാറുകളിൽ നിന്നുള്ള വരുമാനം കുറയുന്നു ചൂണ്ടിക്കാട്ടി പ്രവർത്തന സമയത്തിൽ 2 മണിക്കൂർ കൂടി നീട്ടണമെന്ന് ബാർ ഉടമകൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ടൂറിസം മേഖലയിലെ ബാറുകൾക്ക് മാത്രം രാവിലെ 10 മുതൽ അർദ്ധരാത്രി 12 വരെ അനുമതി നൽകുമ്പോൾ മറ്റു ബാറുകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നില്ലെന്ന പരാതിയും ബാർ ഉടമകൾ ഉന്നയിച്ചിരുന്നു. ടൂറിസം മേഖല പരിധിയിലെ ബാറിന് തൊട്ട് അതിർത്തിയിലെ ബാർ രാത്രി 11 വരെ പ്രവർത്തിക്കുന്നതും അനുമതിയുള്ള ബാർ രാത്രി 12 വരെ പ്രവർത്തിക്കുന്നതും ആശയക്കുഴപ്പങ്ങൾക്കിടയാക്കുകയാണെന്നും ഉടമകളുടെ പരാതിയുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഈ നടപടി സംസ്ഥാനത്ത് ബോധപൂർവം മദ്യം വ്യാപകമായി ഒഴുക്കുന്നതിന്റെ ഭാഗമാണെന്നും ഇത് ജനങ്ങളോടും ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്നും കേരള മദ്യനിരോധന സമിതി ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ പ്രകടന പത്രികകളിലെ വാഗ്ദാനം മറന്ന് പ്രവർത്തിക്കുകയാണ് ഇടത് സർക്കാർ. അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല, സ്കൂളുകളായിരിക്കുമെന്നും ഒരു തുള്ളി മദ്യം പോലും അധികമായി ഉണ്ടാവില്ലെന്നുമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് പ്രകടന പത്രികയിലൂടെ LDF വാഗ്ദാനം നൽകിയത്. പടിപടിയായി മദ്യത്തിന്റെ ഉൽപാദനവും ഉപയോഗവും കുറയ്ക്കുമെന്നും വാഗ്ദാനം ചെയ്തിരുന്നു. ഇത് ലംഘിച്ചുകൊണ്ടാണ് ഇടത് സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ സംസ്ഥാനത്തുണ്ടായിരുന്ന 29 ബാറുകൾ ഇപ്പോൾ 945 ബാറുകളായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് LDF സർക്കാരിന്റെ കടുത്ത വഞ്ചനയാണ്. ബാർ ഹോട്ടൽ ഉടമകൾക്ക് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് സർക്കാർ ഇപ്പോൾ ബാർ സമയം നിലവിലുള്ളതിൽ നിന്നും 2 മണിക്കൂർ വർദ്ധിപ്പിച്ച് രാത്രി 12 മണി വരെ ആക്കാൻ പോകുന്നതെന്നും കേരള മദ്യനിരോധന സമിതി ആരോപിച്ചു. കേരള സർക്കാർ തെറ്റായ മദ്യനയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് തുടർ സമരങ്ങൾ നടത്തുമെന്നും പ്രഖ്യാപിച്ചു. കേരള മദ്യനിരോധന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മോഹനകുമാരൻ, ജില്ലാ പ്രസിഡന്റ് വിളയോടി വേണുഗോപാലൻ, ജില്ലാ സെക്രട്ടറി ശിവദാസൻ R, ജില്ലാ ട്രഷറർ ശ്രീനാഥ് PB, ജില്ലാ കോർഡിനേറ്റർ അക്ബർ ബാദുഷ H, വൈസ് പ്രസിഡന്റുമാരായ മുഹമ്മദ് ബഷീർ, ബാലൻ തൃത്താല, ഖാദർ മൊയ്തീൻ, മറ്റു ഭാരവാഹികളായ കനകൻ പാടത്തുവീട്, ശാന്തി M. നടരാജൻ, ഫാത്തിമ ടീച്ചർ, യൂസഫ് മണ്ണാർക്കാട്, സുഭാഷ് കുമാർ M. കനകദാസ് തുടങ്ങിയവർ ഉൾപ്പെട്ട കോർ കമ്മിറ്റിയാണ് പ്രതികരണം നടത്തിയത്. അതേസമയം ബാർ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചതല്ല ഏകീകരിച്ചതാണെന്നുള്ള ന്യായീകരണവുമായി മന്ത്രി MP രാജേഷ് രംഗത്ത് വന്നു. ടൂറിസം കേന്ദ്രങ്ങളിൽ നേരത്തെ അനുവദിച്ച സമയം മറ്റുള്ളവർക്ക് കൂടി ബാധകമാക്കുകയായിരുന്നു. കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ബാർ ഫീസ് വാങ്ങി കൂടുതൽ നിയന്ത്രണം അടിച്ചേൽപ്പിക്കുന്നു എന്ന പരാതി കുറെ കാലമായി സർക്കാരിന്റെ മുന്നിലുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. വേഗത്തിൽ ഫയൽ ഒപ്പിട്ടുവെന്ന ആരോപണം ശരിയല്ല. വളരെ സാവധാനമാണ് ഫയൽ നീങ്ങിയത്. അല്ലെങ്കിൽ ഒക്ടോബറിൽ തന്നെ തീരുമാനമുണ്ടാകുമായിരുന്നു. പ്രതിപക്ഷത്തിനും ഇത് അറിയാമായിരുന്നു. അനുകൂല നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ ഇത് പ്രതിപക്ഷം നിഷേധിച്ചു. അതേസമയം ടൂറിസം പ്രമോഷന്റെ മറവിലും അല്ലാതെയും സർക്കാർ നടത്തുന്ന മദ്യ പ്രമോഷൻ പ്രവർത്തനം കേരളത്തിലെ സാംസ്കാരിക അധപ്പതനത്തിനും അനാരോഗ്യ കേരളത്തെ സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യ സാമ്പത്തിക പിന്നോക്കാവസ്ഥയ്ക്കും കേരളത്തിന്റെ സർവനാശത്തിനും കാരണമാകുമെന്നും സർക്കാർ ഇതിൽ നിന്നും പിന്തിരിഞ്ഞില്ലെങ്കിൽ ജനകീയ സമരം ശക്തിപ്പെടുത്തുമെന്നും കേരള മദ്യനിരോധന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് വിളയോടി വേണുഗോപാലൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള മദ്യനിരോധന സമിതി സംസ്ഥാന സർക്കാർ ജനവിരുദ്ധ മദ്യനയം തിരുത്തണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് തുടർ സമരം നടത്തിയിരുന്നു.